ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് MCBകളെ കുറിച്ചാണ്. അതായത് നമ്മളിപ്പോൾ വീട് ഹൗസ് വയറിങ്ങിന് ചെയ്യുന്ന DBയിൽ ഫിക്സ് ചെയ്യുന്ന MCBകൾ, അതായത് B സീരീസും C സീരീസും. ഒരുപാട് സീരീസുകളുണ്ട്. A ഉണ്ട്, K ഉണ്ട്, Z ഉണ്ട്, D ഉണ്ട്. ഇതിലേക്കൊന്നും നമുക്ക് കിടക്കണ്ട, കാരണം അതൊന്നും നമ്മളെ ഇപ്പോൾ ഈ ഹൗസ് വയറിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ അതിലേക്ക് കടന്നത് വിഷയത്തെ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ബിയും സിയും അതാണ് നമുക്ക് കാര്യമായിട്ട് വേണ്ടത്. അപ്പോൾ മുമ്പൊക്കെ നമ്മൾ വീടുകളിൽ വെച്ചിരുന്നത് ക്ലാഡിംഗ് ഫ്യൂസുകളായിരുന്നു. ക്ലാഡിംഗ് ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഇത് ക്ലാഡിംഗ് അല്ല, ഇതിൻ്റെ വേറെ വേർഷനായിട്ടുള്ള ക്ലാഡിംഗ് ഫ്യൂസുകളായിരുന്നു. പിന്നെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സെക്ഷൻ ഫ്യൂസുകളായിട്ട് നമ്മൾ ഹാങ്കറും ഗോൾഡ് മെഡലിലൊക്കെ നമ്മൾ അകത്ത് ഈ പോർസിലിൻ ക്ലാഡിംഗ് ഫ്യൂസുകളൊക്കെ അകത്തും വെച്ചിരുന്നു, ചെറിയ ചെറിയ സെക്ഷനായിട്ടുള്ള ഫ്യൂസുകൾ. പക്ഷെ അതിൽ നിന്ന് പിന്നൊരു മാറ്റം അപ്ഡേഷൻ വന്നതാണ് നമ്മുടെ MCB, അതായത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ രണ്ട് തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട്. ഒന്ന് ഷോർട്ട് സർക്യൂട്ട്, രണ്ട് ഓവർലോഡ്. അതെങ്ങനെയായാലും ഓവർലോഡ് ആയാലും ഷോർട്ട് സർക്യൂട്ട് ആയാലും രണ്ട് പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിന്ന് പ്രതീക്ഷിക്കാം MCBയിൽ നിന്ന് കേട്ടോ. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ ഒന്നിലേക്കും കിടക്കുന്നില്ല, ഈ MCBനെ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വീട്ടിലേക്ക് യൂസ് ചെയ്യുക 6 മുതലാണ്, B6, അതേമാതിരി C സീരീസിലും. Bയിലും Cയിലും വരുമ്പോൾ നമ്മൾ ഹെവി ലോഡുകൾക്ക്, വലിയ ലോഡുകൾക്ക്, കിച്ചണ് അതുപോലെ AC എന്ന ലോഡുകൾക്കൊക്കെ നമ്മൾ C യൂസ് ചെയ്യും. അതല്ലാതെ നോർമൽ ഉള്ള ലോഡുകൾക്കൊക്കെ, ലൈറ്റ് ലോഡുകൾക്കൊക്കെ നമ്മൾ B ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ Bയും Cയും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ ആദ്യം ഇത് അറിഞ്ഞിരിക്കണം. അതായത് നമ്മളൊരു MCB കടയിൽ ചെന്നിട്ട് ഒരു MCB, ഒരു 6-ൻ്റെ ഒരു MCB, 10-ൻ്റെ ഒരു MCB എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾക്ക് എന്താണോ നമ്മളെ പർപ്പസ്, എന്തിനാണോ നമ്മൾ കൊടുക്കുന്നത്, ആ ലോഡിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ MCBകൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതായത് ഉദാഹരണത്തിന് നമ്മൾ ഒരു വീട്ടിലേക്ക് MCB സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം ആ വീട്ടിൽ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് ഭാവിയിൽ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഇലക്ട്രീഷ്യന് വേണം. അത് ആ ക്ലയൻറ്റുമായിട്ട് ഇരുന്നിട്ട് ഒരു ഏകദേശം നമ്മൾ എന്തൊക്കെയാണ് നിങ്ങളെ ലൈറ്റ്, മൊത്തം ലൈറ്റുകൾ, പ്രൊഫൈല്, അത് ഇത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണ ആദ്യം നമ്മൾ ഇരുന്ന് സംസാരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, വയറൊക്കെ വലിയ തുടങ്ങുമ്പോൾ നമ്മളിത് എഴുതി കൊടുക്കുക. അപ്പോൾ എഴുതി കൊടുക്കുമ്പോൾ ഒരു റൂമിൽ എത്ര ലോഡ് വരും, അതായത് എത്ര വാട്ട്സ്, അപ്പോൾ ആ വാട്ട്സിനെ, അപ്പോൾ ആ ലോഡ് മൊത്തം നമ്മൾ ഇപ്പോൾ സ്ട്രിപ്പുകളുണ്ട്, മറ്റുള്ള ലൈറ്റുകളുണ്ട്, മറ്റുള്ള ഡിസൈൻ എന്തെങ്കിലും ഡിവൈസുകളൊക്കെ ഉണ്ട്. ആ ഡിവൈസിനൊക്കെ ആസ്പദമാക്കിയിട്ട് അതൊരു ലോഡാക്കിയിട്ട് നമ്മൾ ആ ലോഡ് ഒരു 500 വാട്ട്സ് എന്ന് നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് വിചാരിക്കുക, ഒരു സങ്കല്പിക്കുക. ആ 500 വാട്ട്സിനെ നമുക്കൊരു MCB സെലക്ട് ചെയ്യണം. ആ 500 വാട്ട്സ് ലോഡിന് ഏത് MCB സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുക? ആ 500 ഹരിക്കണം നമ്മുടെ വോൾട്ട്, കറണ്ടിനെ വോൾട്ട് കൊണ്ട് ഹരിക്കുക, അത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആ ഹരിക്കുമ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ലോഡ് എടുക്കുക എന്ന് കൂട്ടുക. ഇപ്പോൾ ഒരു 1000 വാട്ട്സ്. നമ്മൾ ഈ 1000നെ ഇതൊരു വാട്ട്സാണ്, നമ്മളെ ലോഡാണ്. ഈ ലോഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹരിക്കണം KCBൻ്റെ 220 കൂട്ടിയാൽ മതി, 30ലേക്കൊന്നും പോകണ്ട. 1000 ഹരിക്കണം 220. അപ്പോൾ നമുക്കിവിടെ ഒരു ആംബിയർ കിട്ടി, അതായത് 4.5 ആംബിയർ, 4.5 ആംബിയർ ഇവിടെ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 6 ആംബിയർ MCB അവിടേക്ക് സജസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ലോഡ് കണക്കാക്കുക. അപ്പോൾ ഇതേമാതിരി തന്നെ ഇനി ഇതിപ്പോൾ നമുക്ക് ഒരു 2000 എന്ന് വെക്കുക, അതായത് 2000 വാട്ട്സിൻ്റെ ഒരു ഹീറ്ററാണെന്ന് വെക്കുക. ആ ഹീറ്റർ ആണെങ്കിൽ 2000 ഹരിക്കണം 220. ഇവിടെ നമുക്ക് 9 ആംബിയറാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ഈ 9 ആംബിയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 10ൻ്റെ ഒരു MCB വെച്ച് കൊടുക്കാം. അത് B വെച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എന്താ വെച്ചാൽ അത് ഇൻഡക്റ്റീവായിട്ടുള്ള ഒരു ലോഡല്ല. അപ്പോൾ B10 അല്ലെങ്കിൽ B16 അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. C നമ്മൾ സെലക്ട് ചെയ്യുന്നത് മോട്ടർ, അതേമാതിരി ഇൻഡക്റ്റീവായിട്ടുള്ള ലോഡുകൾക്കൊക്കെയാണ് നമ്മൾ C സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ Cക്ക് കൂടുതൽ, അതായത് കുറച്ചുകൂടി
കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ ഈ ക്യാരിങ് കപ്പാസിറ്റി കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ MCBകളിലെ ഡിസൈനിന് വ്യത്യാസം വരും. അതായത് ഓവർലോഡിൽ വരുന്ന ഈ തെർമൽ സ്ട്രിപ്പിൻ്റെ ഡിസൈനിങ്ങിനനുസരിച്ച്, അതായത് ഇതിൻ്റെ കനത്തിൻ്റെയും മറ്റുള്ള ഏറ്റക്കുറച്ചിലിനനുസരിച്ചാണ് നമുക്ക് ഈ സിയും ബിയും ഒക്കെ കാറ്റഗറി നിർണ്ണയിക്കുന്നത്. ഹെവി അതായത് C20, 25 അങ്ങനെ 60 മുതൽ വരുന്ന MCBകൾ ഉണ്ടല്ലോ. ആ MCBകൾക്കൊക്കെ ഈ ബൈ മെറ്റാലിക് സ്ട്രിപ്പിൽ വരുത്തുന്ന മാറ്റങ്ങൾ, കമ്പനി വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഇത് ലോഡിനെ ഓവർലോഡിൽ ഇത് ട്രിപ്പിങ്ങും ചെറിയ ലോഡാകുമ്പോൾ, ചെറിയ ലോഡ് വരുമ്പോൾ, അതായത് 6 ആംപിയർ ഒരു MCB ആണെങ്കിൽ അത് 7 ആംപിയർ എടുക്കുമ്പോഴത്തിന് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ, ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ആ ഗ്യാപ്പ് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ട്രിപ്പ് ആവുമെന്ന് ചോദിച്ചാൽ ട്രിപ്പ് ആവും, പക്ഷെ അതിനൊരു ടൈം ഡിലേ ഉണ്ടാവും. അതുപോലെ ഒരു 6 ആംപിയർ MC 18 ആംപിയർ ആണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 സെക്കൻഡ് ഉള്ളിൽ ഇത് ട്രിപ്പ് ആവും. അതായത് ഓവർലോഡിലാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷെ ഷോർട്ട് സർക്യൂട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വിത്തിൻ മില്ലി സെക്കൻഡ് അവിടെ പെട്ടെന്ന് ട്രിപ്പിംഗ് സംഭവിക്കും. അപ്പോൾ ഈ ട്രിപ്പിംഗ് ഷോർട്ട് സർക്യൂട്ടിൽ സംഭവിക്കുന്ന ഒരു ഭാഗമാണിത്. അതിൻ്റെ ഇത് എടുത്ത് ഞാൻ കാണിച്ചു തരാം സിമ്പിളായിട്ട്. ഇതാണ് ഇതിൻ്റെ മാഗ്നറ്റിക് കോയിൽ എന്നാണ് ഇതിന് പറയാം. അപ്പോൾ ഇതൊരു കോപ്പർ കോയിലാണ്. അപ്പോൾ ഇവിടെ ഇതെപ്പോഴും ഒരു മാഗ്നറ്റിക് ആക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ഇതിലൂടെ പവർ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഹെവി ലോഡ് ഇതിൽ വരികയാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ന്യൂട്രലും ഫേസും തമ്മിലുള്ള ടച്ചിങ് അല്ല. അതായത് 6 ആംപിയർ MCBയുടെ ഉള്ളിൽ കൂടി ഒരു 50 ആംപിയർ കടന്നു പോയി കഴിഞ്ഞാൽ, അങ്ങനെ കടന്നു പോകുമ്പോഴും അവിടെ സംഭവിക്കുന്നതും ഈ ഷോർട്ട് സർക്യൂട്ടിലെ മാഗ്നറ്റിക് റിലീസാണ്. താഴെ വന്നിട്ട് നമുക്ക് സംഭവിക്കുന്നത് ഓവർലോഡ്. ഇവിടെ ഓവർലോഡിലെ തെർമൽ റിലീസ്, ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ബെൻഡാവും. അപ്പോൾ ബെൻഡാവുമ്പോഴാണ് ഇവിടെ ട്രിപ്പിംഗ് സംഭവിക്കുക. അത് ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രാപ്പാണ്. ഇവിടെയും ട്രാപ്പാണ്. ഇതൊക്കെ ഒരു ട്രാപ്പിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മെക്കാനിസമാണ്. ഇതൊക്കെ ഒരു ട്രാപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൺ ചെയ്തു കേട്ടോ. ഇവിടെ ഓൺ ചെയ്തു. ഇതാണ് നമ്മളെ സ്ട്രിപ്പ്, മെറ്റാലിക് സ്ട്രിപ്പ്. നമ്മളിവിടെ ഇൻപുട്ടിൽ പവർ കൊടുത്തു, നേരെ കടന്നു, ഇതിലൂടെ കയറി. കുറച്ച് ലോഡ് ഹെവിയാണ്. അപ്പോൾ ഇത് ഹീറ്റാവുമ്പോൾ ഇത് താഴേക്ക് ബെൻഡാവും. ഞാനിത് താഴേക്ക് ബെൻഡാക്കുകയാണ്, MCB ട്രിപ്പായി. അപ്പോൾ ഇതാണ് ഓവർലോഡിൽ സംഭവിക്കുന്ന ട്രിപ്പിംഗാണ് ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോർട്ട് സർക്യൂട്ടിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മെറ്റാലിക് മാഗ്നറ്റിക് കോയിലിൻ്റെ ഉള്ളിൽ കൂടി ഒരു പ്ലഞ്ചർ ഉണ്ട്. ഇത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ പ്ലഞ്ചർ. ഈ പ്ലഞ്ചറാണ് ഷോർട്ട് സർക്യൂട്ടിൽ ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ അതിനും മെക്കാനിസം ട്രിപ്പാകുന്നത് ഇവിടെയാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇത് ഓവർലോഡിലെ ട്രിപ്പിംഗ് ആണ്. ഈ ഒരു ഷാഫ്റ്റ്, ഈ മാഗ്നറ്റിക് റിലീസിൻ്റെ ഒരു ഷാഫ്റ്റ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഈ ഒരു ഷാഫ്റ്റ് ഇങ്ങോട്ട് ഈ ഒരു ട്രാപ്പിലേക്ക് നേരെ വന്ന് മുട്ടുമ്പോഴാണ് ഇത് ഓവർലോഡിൽ ഷോർട്ട് സർക്യൂട്ടിൽ ട്രിപ്പാകുന്നത്. ഇനി ഈ ട്രിപ്പ് ആവാനുള്ള ഓരോരോ വഴികളാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഇതിലൂടെ കയറി ബൈമെറ്റാലിക് സ്ട്രിപ്പിലൂടെ കയറി ഒരു ഹെവി ലോഡാണെന്നല്ലേ പോകുന്നത് വെച്ചാൽ ആ ലോഡിനെ ഇത് ഒന്ന് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ജസ്റ്റ്, അതായത് ഇവിടെ ഒരു ആർക്ക് ചേമ്പർ ഉണ്ട്. ആ ആർക്ക് ചേമ്പറാണ്, ഇതാണ് ഈ നമ്മുടെ ആർക്ക് ചേമ്പർ. അത് പല കമ്പനികൾക്ക് പല ക്വാളിറ്റിയിലായിരിക്കും ഉണ്ടാകുക. ഇതൊക്കെ തന്നെ ഇരുമ്പാണ്. ഇത് കോപ്പർ ബോണ്ടിങ് ആണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പല കമ്പനി നമ്മളിത് MCBകൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കമ്പനി സെലക്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ MCBകൾ പലതും തുരുമ്പ് പിടിച്ചിട്ടുള്ള MCBകളായിട്ടാണ് നമ്മൾ കാണാറ്. ഇത് കണ്ടോ, ഇങ്ങനെ റെസ്റ്റ് പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ചെറിയൊരു കോട്ടിങ് മാത്രമേ ഉള്ളൂ.
അപ്പോൾ അത് റെസ്റ്റ് പിടിച്ചിട്ട് ഇത് ഗാൽവനൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്തതൊക്കെയാണ് പിന്നെ നമുക്ക് ഈ ആർക്കിംഗ് ഒക്കെ വരുമ്പോൾ ഫയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് ഇരുമ്പാണ്, പക്ഷേ ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു കോട്ടിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ MCBകളെ ബ്രാൻഡിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അതിലെ ഓരോ പാർട്ടുകൾക്കും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആർക്ക് ചേമ്പറാണ്. അപ്പോൾ ആർക്ക് ചേമ്പറിനുള്ളിൽ കൂടെ കടന്നിട്ട് ഇത് നേരെ വന്ന് മാഗ്നറ്റിക് കോയിലിൻ്റെ ഉള്ളിൽ കയറി പ്ലഞ്ചർ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു തീപിടുത്തമൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ആർക്ക് ചേമ്പർ എന്ത് ചെയ്യും, ഇത് ഈ കറണ്ടിനെ, ഈ പവർ കടന്നു പോകുന്ന പവറിനെ ഒന്ന് പ്രതിരോധിച്ചിട്ടാണ് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ആർക്ക് ചേമ്പറിൻ്റെ ഉള്ളിൽ കൂടെ ഇത് പുകയും പിന്നെ പ്ലാസ്റ്റിക് ഒന്നും കത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു മുൻകരുതൽ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു എയർ സർക്കുലേഷൻ വെന്റിലേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓരോ MCBയിലും ഓരോ ടൈപ്പിലാണ് വരിക. അപ്പോൾ പലതും പല ടൈപ്പിലാണ് വരിക. ഇതിവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ചേമ്പർ കത്തിയിട്ട് ഇവിടെ ചെറുങ്ങനെ ബേണായിട്ടുണ്ട്. അപ്പോൾ ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമേ MCB കത്തുള്ളൂ. അല്ലാത്ത സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഈ ആർക്ക് ചേമ്പറുകൾ മാക്സിമം ഇതിൻ്റെ ആ തീപിടുത്തത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു മുൻകരുതലൊക്കെ നമ്മൾ ഈ ആർക്ക് ചേമ്പറുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ MCBകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ക്വാളിറ്റിയാണ്. അതായത് പല ബ്രാൻഡുകളും ഓരോരോ സാധനങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളെ ഇപ്പോൾ ഇത് ഒരു MCBയിലുള്ള ഒരു പാർട്ടാണ്, പക്ഷേ ഇത് ഒരു മെറ്റൽ പാർട്ടല്ല, ഇതൊരു ശരിക്കൊരു കോപ്പറിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള MCBകൾ മാർക്കറ്റിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും കൊണ്ടുപോയിട്ട് മാഗ്നറ്റ് ഒന്നും കൊണ്ടുപോയിട്ട് ഇതാക്കി എടുക്കാൻ പറ്റില്ല. പക്ഷേ കമ്പനി ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതുപോലെ നമ്മളിപ്പോൾ ഈ വിവരിക്കുന്ന മാതിരിയുള്ള ഒരു ക്വാളിറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ ക്വാളിറ്റി ബേസ് ചെയ്ത് മാക്സിമം നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് കമ്പനീൻ്റെ സാധനങ്ങൾ നമ്മൾ എടുക്കുക. MCBകൾ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് അതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഇത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ലോഡ് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. വാട്ട്സിനെ KCBൻ്റെ വോൾട്ട് കൊണ്ട് അരിക്കുക. ആ അരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് നമ്മളെ MCBയുടെ ആംബിയർ എന്ന് പറയുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ വീട്ടിലും ഓരോരോ സെക്ഷനിലും ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, MCBകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി. അല്ലാതെ നമ്മൾ തോന്നിയ മാതിരി എഴുതി വിടരുത്. അതായത് എങ്ങനെ B10 എണ്ണം, B6 10 എണ്ണം, C20 5 എണ്ണം അങ്ങനെ എഴുതി വിടരുത്. അതായത് C1 മാർക്കറ്റിൽ 0.5 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 0.5 എന്തിനാണ് ഉപയോഗിക്കുന്നത്, 1 എന്തിനാണ് ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് ലോഡിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1 ആംബിയർ പോലും ഇല്ലാത്ത ഭാഗത്തേക്ക് നമ്മൾ 1 ആംബിയർ MCB ഉപയോഗിച്ചാൽ മതി. അത് തന്നെ ധാരാളമായിരിക്കും. 2 ആംബിയർ ഉണ്ട്, അപ്പോൾ 0.5 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 60 ആംബിയർ വരെ MCBകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 1 ആംബിയറും 2 ആംബിയറും ഒക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ മാർക്കറ്റിൽ ഷോപ്പിൽ ചിലപ്പം അവർ പറയും എൻക്വയറി ഇല്ല, അവൈലബിലിറ്റി ഇവിടെ ഇല്ല, സാധനമില്ല, കമ്പനി വേണമെങ്കിൽ എത്തിച്ചു തരാമെന്ന് പറയും. പക്ഷേ റേറ്റ് കൂടുതലാണ്. അതായത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 500 രൂപ 550 രൂപ ഒരു C1 1 ആംബിയർ MCBക്ക് വരുന്നുണ്ടെന്നാണ്. അപ്പോൾ അത് ഇതിൻ്റെ വില കൂടുതലെന്ന് പറഞ്ഞാൽ ഇത് എൻക്വയറി ഇല്ലാത്തത് കാരണം പ്രൊഡക്ഷൻ കുറവായിരിക്കാനാണ് സാധ്യത. അല്ലാതെ നമുക്ക് ഇതൊക്കെ കാറ്റഗറി ആ ഇതിൽ വരുന്നതാണല്ലോ. C20 B6 C16 ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതാണ് വില. വിലയിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 500 രൂപ 550 രൂപ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ MCBനെ കുറിച്ചുള്ള ഇന്നത്തെ ഒരു വിവരണം. അപ്പോൾ മാഗ്നറ്റിക് റിലീസ് എന്താണെന്നും ഓവർലോഡിൽ എന്താണ് സംഭവിക്കുക എന്നും ഷോർട്ട് സർക്യൂട്ടിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഏകദേശം നമുക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു MCBനെ മൊത്തമായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വയറിങ് ചെയ്യുമ്പോൾ ആ വീട്ടിൽ ഏത് തരം MCB കൊടുക്കണം, എത്ര ഗേജ് വയറിനാണ് നമ്മളിത് ലോഡ് കയറ്റുന്നത്, അതൊക്കെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഒരു മുൻവിധി കാണണമെങ്കിൽ, നമുക്കൊരു
മുന്നിലൊരു കാൽക്കുലേഷൻ വേണം. എന്നാൽ മാത്രമേ നമുക്ക് അത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ MCBനെ കുറിച്ചിട്ടുള്ള ഒരു തിയറി, ആധികാരികമായിട്ടുള്ള ഒരു തിയറി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കണം. ഇതിൻ്റെ ഓരോരോ പാർട്ടുകളും അറിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ചുള്ള ഒരു MCB നമുക്ക് ഒരു വീട്ടിൽ സെലക്ട് ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. തോന്നിയ മാതിരിയുള്ള ഒരു ഫിക്സിങ് നമ്മൾ നടത്തരുത്. വളരെ ആലോചിച്ച് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോരോ MCBകളും ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്തത് നമുക്കൊരു RCCBൻ്റെ ഓപ്പണിങ്ങും അതിൻ്റെ ഷോർട്ടും അതിൻ്റെ ലീക്കേജ് കറണ്ടും അതിന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ഒറ്റ ദിവസം ഒരു മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളല്ല RCCBയിലൊക്കെ വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ RCCBയിൽ നമുക്ക് കാണാം. ഓക്കെ.